ഹായ് ഡിയർ ഫ്രണ്ട്സ്, റിനൂസ് ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കപ്പ വെച്ചൊരു കപ്പ വറ്റൽമുളക് പുഴുക്ക് തയ്യാറാക്കി നോക്കാം. അപ്പോൾ എങ്ങനെ നോക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഇതിനു വേണ്ടി 1 കിലോ കപ്പയാണ് എടുത്തിട്ടുള്ളത്. ഇത് തൊലിയൊക്കെ കളഞ്ഞ് നന്നായി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് പാകത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ 2-3 വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി. അപ്പോഴേക്ക് ഇത് കുക്കായി കിട്ടും. കപ്പ കുക്കാവുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി അരമുറി തേങ്ങ ചിരകിയതാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 ഉണക്കമുളക്. ഇതൊരു മിക്സിയുടെ ജാറിലോട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കേണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. ഈ രീതിയിലാണ് അരപ്പ് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇനി എരിവ് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ഉണക്കമുളകിൻ്റെ അളവ് കൂട്ടാം. അപ്പോൾ ഇതാ കപ്പ വെന്ത് റെഡി ആയിട്ടുണ്ട്. കപ്പയിൽ വെള്ളമൊക്കെ ഒഴിവാക്കി എടുത്തിട്ടുണ്ട്. സ്റ്റവിൽ മറ്റൊരു പാത്രം വെച്ച് ചൂടായി വന്നതിന് ശേഷം 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം 1 തണ്ട് കറിവേപ്പിൻ്റെ ഇല, 3 ഉണക്കമുളക് കഷ്ണങ്ങളാക്കിയത് അതുകൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച കപ്പ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച തേങ്ങയുടെ അരപ്പ് കൂടെ ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇത് ഇളക്കി യോജിപ്പിച്ച് കുഴമ്പ് രൂപത്തിലാണ് ആക്കിയെടുക്കേണ്ടത്. എനിക്ക് ഫോട്ടോ എടുക്കേണ്ട കാരണം ഞാനിത് കുഴമ്പ് രൂപത്തിലാക്കിയിട്ടില്ല. നിങ്ങൾ തയ്യാറാക്കുമ്പോൾ നന്നായിട്ട് ഉടച്ചു കൊടുക്കുക, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ കപ്പ വറ്റൽമുളക് പുഴുക്ക് തയ്യാറായിട്ടുണ്ട്. നിങ്ങളിൽ പലരും ഈ രീതിയിൽ തയ്യാറാക്കിയിട്ടുണ്ടാവും. തയ്യാറാക്കി നോക്കാത്തവർ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. എൻ്റെ ഈ ഒരു വിഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. പുതിയൊരു വിഭവവുമായി വരുന്നതുവരെ ബൈ ബൈ.